നമുക്കിന്ന് നാടൻ കക്ക റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഞാൻ കക്കയിറച്ചി ക്ലീൻ ആക്കി വെച്ചു. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ഒരു കുടംപുളിയുമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ 2 സവോള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പച്ചമുളക്. ആദ്യം തന്നെ നമ്മളൊരു പാനിൽ വെള്ളം ചൂടാക്കിയിട്ട് കുടംപുളി ഇട്ട് വെക്കുക. നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കി വെച്ച കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കും. എന്നിട്ട് അത് കോരി മാറ്റി വെക്കുക. വേറൊരു ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ട് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. പച്ചമുളകും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പച്ചമണം മാറിക്കഴിയുമ്പോൾ സവോള ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വഴലാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. നന്നായി വഴണ്ടതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കുറച്ച് പെരിഞ്ജീരകം ചതച്ചതും ഗരം മസാലയും, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് ഞാനത് മൂടി വെക്കുകയാണ് ഒരു 10 മിനിറ്റേക്ക്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നു. റോസ്റ്റ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.